നമസ്തേ. പ്രണവ സംഗീതം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ജ്യോതിഷ സംബന്ധമായിട്ടുള്ള 27 നക്ഷത്രക്കാർക്കും 2025 ജനുവരി മാസം മുതൽ ഡിസംബർ മാസം വരെ ഉള്ള സമയത്ത് ഉണ്ടാകാവുന്ന ഭാഗ്യ അനുഭവങ്ങളെക്കുറിച്ചാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. ആദ്യമായി അശ്വതി നക്ഷത്രത്തെക്കുറിച്ചാണ് പറയുന്നത്. അശ്വതി നക്ഷത്രക്കാർക്ക് പ്രധാനമായിട്ടും ഈ ഒരു സമയത്ത് ജോലി സംബന്ധമായിട്ടുള്ള ഗുണങ്ങൾ ലഭിക്കുവാനും അതുപോലെ ജോലിയിൽ അഭിവൃദ്ധി ഉണ്ടാകുവാനും സ്ഥാനക്കയറ്റങ്ങൾ, സ്ഥാനമാനങ്ങളൊക്കെ വന്നു ചേരുവാനും സാധ്യത. വിവാഹ സംബന്ധമായിട്ടുള്ള ഗുണങ്ങൾ, വിവാഹ യോഗങ്ങൾ, തടസ്സങ്ങളൊക്കെ മാറി വിവാഹം നടക്കുവാനും വിവാഹേതര കർമ്മങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള നേട്ടങ്ങൾ ഉണ്ടാകുവാനും ഒക്കെയുള്ള സാധ്യത ഈ ഒരു സമയത്ത് ഭാഗ്യാനുഭവങ്ങളായിട്ട് വന്നു ചേരുന്നതാണ്. അടുത്തത് ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രക്കാർക്ക് പൊതുവെ ഈ ഒരു സമയത്ത് നേതൃസ്ഥാന ഗുണം ഉണ്ടാകുക, ഏതെങ്കിലും ജോലിയിൽ നേതൃസ്ഥാനം വഹിക്കേണ്ടി വരിക, അതിൽ നിന്നും നല്ല രീതിയിലുള്ള അഭിപ്രായങ്ങൾ വന്നു ചേരുക, അതുപോലെ നമുക്ക് നല്ല രീതിയിലുള്ള പേര്, പ്രശസ്തി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു ചേരുവാനും വാഹന സംബന്ധമായിട്ടുള്ള ഗുണങ്ങൾ ലഭിക്കുവാൻ, വാഹനം വാങ്ങുവാനോ അല്ലെങ്കിൽ ഇരിക്കുന്ന വാഹനം മുഖാന്തരം നമുക്ക് ഏതെങ്കിലും തരത്തിൽ സാമ്പത്തിക നേട്ടങ്ങൾ വന്നു ചേരുവാനും ഒക്കെയുള്ള സാധ്യത പറയുന്നുണ്ട്. ലോണ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ അപേക്ഷിച്ചവരോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് അത് ലഭിക്കുവാനൊക്കെയുള്ള സാധ്യത പറയുന്നുണ്ട്. അടുത്തത് കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രക്കാർക്ക് സാമ്പത്തിക സംബന്ധമായിട്ടുള്ള നേട്ടങ്ങൾ ലഭിക്കുവാനും ജോലിയിൽ ഗുണങ്ങൾ ഉണ്ടാകുക, തൊഴിൽ സംബന്ധമായിട്ടുള്ള നേട്ടങ്ങൾ വന്നു ചേരുക, അതുപോലെ ജനങ്ങൾക്കിടയിൽ പേരും പ്രശസ്തിയും ഉണ്ടാകുക, ഏത് മേഖലയിൽ നിന്നാലും അത് മുഖാന്തരം കുറച്ചുകൂടെ ഉയർച്ച, അതുപോലെ നേട്ടങ്ങൾ ഉണ്ടാകാനൊക്കെയുള്ള സാധ്യത. ഒരു ജോലിയിൽ നിന്നും മറ്റ് ജോലികൾ കൂടി ചെയ്തുകൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാകുവാനൊക്കെയുള്ള സാധ്യത ഈ ഒരു സമയത്ത് ഈ ഒരു നക്ഷത്രക്കാർക്ക് ഭാഗ്യ അനുഭവങ്ങളായിട്ട് വന്നു ചേരുന്നതാണ്. അടുത്തത് മകയിര നക്ഷത്രമാണ്. മകയിര നക്ഷത്രക്കാർക്ക് പൊതുവെ വിവാഹ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങളൊക്കെ മാറി വിവാഹ യോഗം ഉണ്ടാകുവാനുള്ള സാധ്യത, സാമ്പത്തിക സംബന്ധമായിട്ടുള്ള നേട്ടങ്ങൾ വന്നു ചേരുവാനും അതുപോലെ സമ്പത്ത്, സമൃദ്ധി, ആഗ്രഹ സാഫല്യങ്ങളൊക്കെ നടക്കുവാനും ഒക്കെ ഈ ഒരു സമയത്ത് ഭാഗ്യ അനുഭവങ്ങളായിട്ട് വന്നു ചേരുന്നതായിരിക്കും. അതുപോലെ വിദ്യാഗുണം, വിദ്യയിൽ വിജയം വരിക്കുക, മത്സര പരീക്ഷകളിലൊക്കെ വിജയം ഭവിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഭാഗ്യാനുഭവങ്ങളായിട്ട് ഈ നക്ഷത്രക്കാർക്ക് വരാൻ സാധ്യതയുള്ളതാണ്. അടുത്തത് തിരുവാതിരയാണ്. തിരുവാതിര നക്ഷത്രക്കാർക്ക് കടത്തിൽ നിന്നുമൊക്കെ ഒരു മോചനം ലഭിക്കുവാനുള്ള സാധ്യത ഈ ഒരു സമയത്ത് കണ്ടുവരുന്നു. അതുപോലെ നല്ല രീതിയിൽ കടം മൂലം ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കൊക്കെ അതിൽ നിന്നൊക്കെ ഒരു മോചനവും, അതുപോലെ ഗൃഹത്തിൽ സമാധാനം ഉണ്ടാകാത്ത ആൾക്കാർക്കൊക്കെ സന്തോഷവും ഭാഗ്യാനുഭവങ്ങളൊക്കെ ഈ ഒരു സമയത്ത് വന്നു ചേരുന്നതായിരിക്കും. അതുപോലെ പ്രണയ സംബന്ധമായിട്ടുള്ള ആരംഭ കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രണയ സാഫല്യം വന്നു ചേരുവാനൊക്കെയുള്ള സാധ്യത ഈ ഒരു സമയത്ത് കണ്ടുവരുന്നു. പുണർന്ന നക്ഷത്രക്കാർക്ക് ഈ ഒരു സമയം എന്ന് പറയുന്നത് പുതിയ വീട് വെക്കുവാനോ അല്ലെങ്കിൽ പുതിയ വീട് വെക്കുവാനുള്ള കുറച്ച് പ്ലാനിങ് കാര്യങ്ങളൊക്കെ വരുവാനും അതുപോലെ തൊഴിൽ സംബന്ധമായിട്ടുള്ള അഭിവൃദ്ധി, തൊഴിൽ സംബന്ധമായിട്ടുള്ള ഗുണങ്ങൾ, ധനത്തിന്റെ പേരിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്കൊക്കെ ഒരു തരത്തിൽ സമാധാന സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വന്നു ചേരുവാനും അതുപോലെ ഏതെങ്കിലും തരത്തിൽ ദാമ്പത്തിക സംബന്ധമായിട്ടുള്ള കുറച്ച് ദോഷങ്ങളൊക്കെ നിന്നിരുന്ന ആൾക്കാർക്ക് ദാമ്പത്തിക ഐക്യത, സമാധാനം, സന്തോഷമൊക്കെ ലഭിക്കുവാനും അതുപോലെ യാത്രാ സംബന്ധമായിട്ടുള്ള ഗുണങ്ങൾ ലഭിക്കുവാനും ഒക്കെയുള്ള സാധ്യത ഈ ഒരു സമയത്ത് ഭാഗ്യാനുഭവങ്ങളായിട്ട് വന്നു ചേരുന്നതാണ്. അടുത്തത് പൂയ നക്ഷത്രമാണ്. പൂയ നക്ഷത്രക്കാർക്ക് പ്രധാനമായിട്ടും ഈ ഒരു സമയത്ത് സന്തോഷം വന്നു ചേരുവാനും സന്തോഷ അനുഭവങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുവാനും ശത്രുദോഷങ്ങളൊക്കെ മാറി ഏതെങ്കിലും തരത്തിലുള്ള സമാധാനക്കേടായിട്ട് ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ മാറി വിജയം വരിക്കുവാനും വിദേശ സംബന്ധമായിട്ടുള്ള യാത്രാ ഗുണങ്ങളോ യാത്രാ യോഗങ്ങളോ അല്ലെങ്കിൽ പുതിയ തൊഴിൽ ആരംഭ കർമ്മങ്ങളോ ഒക്കെ ഇവർക്ക് ഈ ഒരു സമയത്ത് ഭാഗ്യാനുഭവങ്ങളായിട്ടും വന്നു ചേരാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. അടുത്തത് ആയില്യ നക്ഷത്രമാണ്. ആയില്യ നക്ഷത്രക്കാർക്ക് ഈ ഒരു സമയം എന്ന് പറയുന്നത് കുട്ടികൾക്കാണെങ്കിൽ വിദ്യാസംബന്ധമായിട്ടുള്ള വിജയം, വിദ്യാഗുണങ്ങൾ, മത്സര പരീക്ഷകളിലൊക്കെ വിജയം ഭവിക്കുക, അതുപോലെ സന്താന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആൾക്കാർക്ക് സന്താന ഗുണങ്ങൾ, സന്താന നേട്ടങ്ങൾ ഉണ്ടാകുക, അതുപോലെ കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം ഉണ്ടാകുക, പിന്നെ കുറച്ച് ബന്ധുജനങ്ങളുടെ ഗുണങ്ങളൊക്കെ വന്നു ചേരുവാനും ഒക്കെ ഈ ഒരു സമയത്ത് ഭാഗ്യാനുഭവങ്ങളായിട്ട് ഈ ഒരു നക്ഷത്രത്തിന് വന്നു ചേരുന്നതായിരിക്കും. അടുത്തത്
മകൻ നക്ഷത്രമാണ്. മകൻ നക്ഷത്രക്കാർക്ക് സർക്കാർ സംബന്ധമായിട്ടുള്ള ജോലി ലഭിക്കുവാനോ അല്ലെങ്കിൽ സർക്കാർ സംബന്ധമായിട്ടുള്ള ഗുണങ്ങൾ ലഭിക്കുവാനോ, അതുപോലെ ലോണ്, ഇങ്ങനെ സാമ്പത്തിക സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആരോടെങ്കിലുമൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ കിട്ടുവാനൊക്കെയുള്ള സാധ്യത പറയുന്നുണ്ട്. അതുപോലെ സമാധാന സംബന്ധമായിട്ടുള്ള അന്തരീക്ഷം ഇവർക്ക് ഇപ്പം ജീവിതത്തിലേക്ക് വന്നു ചേരുവാനും, പുതിയ ഏതെങ്കിലും തരത്തിലുള്ള തൊഴിൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ആലോചനകളോ തീരുമാനങ്ങളോ ഒക്കെ കൈക്കൊള്ളാനൊക്കെയുള്ള സാധ്യത ഇവർക്ക് ഇപ്പോൾ ഭാഗ്യാനുഭവങ്ങളായിട്ട് വന്നു ചേരുന്നതായിരിക്കും. അടുത്തത് പൂരം നക്ഷത്രമാണ്. പൂരം നക്ഷത്രക്കാർക്ക് പ്രധാനമായിട്ടും ഈ ഒരു സമയത്തെന്ന് പറയുന്നത് പുതിയ വീട് വെക്കുവാനും അതുപോലെ വാങ്ങുവാനും ഒക്കെ സാധ്യത പറയുന്നുണ്ട്. പുതിയ വീട് വെക്കുവാനുള്ള പ്ലാനിങ്ങോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചിന്താഗതികളൊക്കെ വരിക. അതുപോലെ വാഹനം വാങ്ങിക്കുവാനുള്ള യോഗം, വാഹന സംബന്ധമായുള്ള ഗുണങ്ങൾ, രോഗങ്ങൾ, ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചിരിക്കുന്ന ആൾക്കാർക്ക് രോഗശാന്തി ലഭിക്കുവാനും ഒക്കെയുള്ള സാധ്യത ഈ ഒരു സമയത്ത് കണ്ടുവരുന്നു. പ്രണയ സംബന്ധമായിട്ടുള്ള സാഫല്യം, പ്രണയ ആരംഭ കാര്യങ്ങളൊക്കെ ഇവർക്ക് ജീവിതത്തിൽ ഭാഗ്യാനുഭവങ്ങളായിട്ട് വരാനുള്ള സാധ്യത കണ്ടുവരുന്നു. അടുത്തത് ഉത്തര നക്ഷത്രമാണ്. ഉത്തര നക്ഷത്രക്കാർക്ക് ഏതെങ്കിലും തരത്തിൽ നമ്മൾ ആഗ്രഹിച്ചിരുന്ന അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെട്ടിരുന്ന എന്തെങ്കിലും സാധനങ്ങളോ അല്ലെങ്കിൽ വിശിഷ്ട മൂല്യ സാധനങ്ങളോ നഷ്ടപ്പെട്ടു പോയവർക്ക് തിരിച്ചു കിട്ടുവാനും, അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങൾ പുതിയതായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്നു ആൾക്കാർക്ക് ആ ആഗ്രഹ സാഫല്യം നടക്കുവാനൊക്കെയുള്ള സാധ്യതയും, അതുപോലെ ഏതെങ്കിലും തരത്തിൽ വിവാഹം, അതുപോലെ വിദേശ യാത്രാ യോഗങ്ങൾ നടക്കുവാനൊക്കെയുള്ള സാധ്യത ഈ ഒരു സമയത്ത് കണ്ടുവരുന്നു. അതുപോലെ അത്തം നക്ഷത്രമാണ്. അത്തം നക്ഷത്രക്കാർക്ക് സാമ്പത്തിക സംബന്ധമായിട്ടുള്ള ലാഭങ്ങൾ ഇപ്പോൾ ഉണ്ടാകുവാനുള്ള സാധ്യത പറയുന്നുണ്ട്. അതുപോലെ വിവാഹ സംബന്ധമായിട്ടുള്ള ഗുണങ്ങൾ, വിവാഹ യോഗം, വിവാഹ ഇതര പ്രയോജനങ്ങളൊക്കെ ലഭിക്കുവാനൊക്കെയുള്ള സാധ്യത, വിദേശ യാത്രാ യോഗങ്ങൾ, ഏതെങ്കിലും തരത്തിൽ വിദേശത്ത് യാത്ര പോകുവാനോ വിദേശ ജോലി ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാർക്ക് അതിനൊക്കെ ഇപ്പോൾ ഒരു സാധ്യതയും, അതുപോലെ പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ നടക്കുന്നതുമായിട്ടുള്ള ഭാഗ്യാനുഭവങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നതായിരിക്കും. ചിത്ര നക്ഷത്രമാണ്. ഈ ഒരു നക്ഷത്രക്കാർക്ക് രോഗ സംബന്ധമായിട്ടുള്ള ശാന്തി ലഭിക്കുന്ന ഒരു സമയം കൂടെയാണ് ഇത്. അതുപോലെ ഏതെങ്കിലും തരത്തിൽ അഭിവൃദ്ധി, സമ്പത്ത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു ചേരുവാനും, അതുപോലെ മംഗല്യ സിദ്ധി, മംഗല്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുവാനും, മംഗല്യ സംബന്ധമായിട്ടുള്ള യോഗങ്ങൾ ഉണ്ടാകുവാനും, ദാമ്പത്യത്തിൽ കുറച്ച് ഐക്യതക്കേടോ കുറച്ച് കലഹങ്ങളോ ആയിട്ടിരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഇപ്പം അതിലൊക്കെ ഒരു സമാധാനവും അതുപോലെ സന്തോഷവും ഒക്കെ ദാമ്പത്യ ജീവിതത്തിൽ ലഭിക്കുവാനും ഒക്കെയുള്ള സാധ്യത ഈ ഒരു നക്ഷത്രത്തിന് ഭാഗ്യാനുഭവങ്ങളായിട്ട് വന്നു ചേരുന്നതായിരിക്കും. അടുത്തത് ചോതി നക്ഷത്രമാണ്. ഈ നക്ഷത്രക്കാർക്ക് വിവാഹിതര ഗുണങ്ങൾ ലഭിക്കുവാനും, അതുപോലെ വിവാഹം നടക്കാത്ത ആൾക്കാർക്ക് ഇപ്പോൾ നടക്കുവാനുള്ള സാധ്യത കണ്ടുവരുന്നു. സാമ്പത്തിക സംബന്ധമായിട്ടുള്ള ലാഭങ്ങൾ, സാമ്പത്തിക സംബന്ധമായിട്ടുള്ള ഗുണങ്ങൾ, തൊഴിൽ സംബന്ധമായിട്ടുള്ള ഗുണം, തൊഴിൽ യോഗങ്ങൾ വരിക, അതുപോലെ വിദ്യാഭ്യാസ ഗുണങ്ങളൊക്കെ ലഭിക്കുവാനും, ആഗ്രഹിച്ചിരിക്കുന്ന വിദ്യാ സംബന്ധമായിട്ടുള്ള പഠനത്തിന് വിദേശയാത്രയോ അന്യസംസ്ഥാന യാത്രയ്ക്കോ ഒക്കെ പോകാനും, അതുപോലെ യാത്ര സംബന്ധമായിട്ടുള്ള ഗുണങ്ങളൊക്കെ ലഭിക്കുവാനും ഒക്കെയുള്ള സാധ്യത ഭാഗ്യാനുഭവങ്ങളായിട്ട് വന്നു ചേരുന്നതായിരിക്കും. അടുത്തത് വിശാഖ നക്ഷത്രമാണ്. വിശാഖ നക്ഷത്രക്കാർക്ക് പൊതുവെ ഇപ്പോഴും ഏതെങ്കിലും തരത്തിൽ മത്സര പരീക്ഷകൾ, അതുപോലെ വിദ്യാഭ്യാസ ഗുണങ്ങൾ ഇതൊക്കെ വിജയപ്രദമായിട്ട് വരുവാനും, അതുപോലെ വിദ്യാസംബന്ധമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടായിരിക്കുന്ന ആൾക്കാർക്ക് വിദ്യാഭ്യാസ ഗുണങ്ങൾ ലഭിക്കുവാനും നേട്ടങ്ങൾ ഉണ്ടാകുവാനൊക്കെയുള്ള സാധ്യത ഈ ഒരു നക്ഷത്രക്കാർക്ക് കണ്ടുവരുന്നു. ഏത് തരത്തിൽ പോയാലും വിജയം ഭവിക്കുക എന്നുള്ള കാര്യങ്ങളും, അതുപോലെ പ്രണയ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ആഗ്രഹ സാഫല്യമായിട്ട് വരാനോ അല്ലെ ആരംഭ കാര്യങ്ങളായിട്ട് വരാനോ അല്ലെങ്കിൽ അനുഭവത്തിൽ ഇവർക്ക് സന്തോഷവും സമാധാനവും കിട്ടുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാകുവാനൊക്കെയുള്ള സാധ്യത കണ്ടുവരുന്നു. അടുത്തത് അനിഴ നക്ഷത്രമാണ്. അനിഴ നക്ഷത്രക്കാർക്ക് ഈ ഒരു സമയത്ത് ഗൃഹനിർമ്മാണം അല്ലെങ്കിൽ ഗൃഹത്തിന്റെ പുനർനിർമ്മാണ കാര്യങ്ങൾ ചെയ്യുവാനും, അതുപോലെ ദാമ്പത്തിക സംബന്ധമായിട്ടുള്ള ചെറിയ ഐക്യതക്കേട് ഉണ്ടായിരുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ മാറിയിട്ട് ദാമ്പത്യത്തിൽ സന്തോഷവും സമാധാനവും വന്നു ചേരുക, സന്താന ഗുണങ്ങൾ ഉണ്ടാകുവാനും, അതുപോലെ മത്സര പരീക്ഷകളോ അല്ലെങ്കിൽ തൊഴിൽ സംബന്ധമായുള്ള പരീക്ഷകളൊക്കെ എഴുതുവാനും അതിലൊക്കെ ഗുണങ്ങളൊക്കെ ലഭിക്കുവാനും ഒക്കെയുള്ള സാധ്യത ഈ ഒരു നക്ഷത്രക്കാർക്ക്
ഭാഗ്യാനുഭവങ്ങളായിട്ട് വന്നു ചേരുന്നതായിരിക്കും. അടുത്തത് തൃക്കേട്ട നക്ഷത്രമാണ്. ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ വിദ്യാഭ്യാസ സംബന്ധമായിട്ടുള്ള ചെറിയ ഗുണങ്ങളൊക്കെ ഇപ്പോൾ വന്നു ചേരുവാനൊക്കെയുള്ള സാധ്യതയും, അതുപോലെ പരീക്ഷകളിലൊക്കെ ചെറിയ സന്തോഷവും സമാധാനവും ഒക്കെ കിട്ടുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ വന്നു ചേരുവാനൊക്കെയുള്ള സാധ്യതയുണ്ട്. ദാമ്പത്തിക സംബന്ധമായിട്ടുള്ള ഗുണങ്ങൾ ലഭിക്കുക, ദാമ്പത്യത്തിൽ ചെറിയ ഐക്യതക്കേടും സമാധാനക്കേടും ഒക്കെ വന്നിരുന്നാലും അതിനൊന്നും ദോഷങ്ങളില്ലാത്ത രീതിയിൽ ഭവിക്കുവാനും, അതുപോലെ സന്താനങ്ങളെ കൊണ്ട് ഗുണങ്ങൾ ലഭിക്കുക, സന്താനങ്ങളെ കൊണ്ട് ഏറെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ വന്നു ചേരുക, വിദേശയാത്രാ യോഗം, വിദേശ ഗുണം, ഇതൊക്കെ വിദേശ സംബന്ധമായിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് അതിലൂടെ ഗുണങ്ങൾ ഉണ്ടാകുവാനൊക്കെയുള്ള സാധ്യത ഈ ഒരു സമയത്ത് കണ്ടുവരുന്നു. അടുത്തത് മൂലം നക്ഷത്രമാണ്. മൂലം നക്ഷത്രക്കാർക്ക് ഈ ഒരു സമയം എന്ന് പറയുന്നത് സന്താന സംബന്ധമായിട്ടുള്ള ഗുണങ്ങൾ ലഭിക്കുക, സന്താന യോഗങ്ങൾ ഇവർക്ക് ഉണ്ടാകുക, സന്താനങ്ങൾ ഏതെങ്കിലും തരത്തിൽ പിണങ്ങി നിൽക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അവരെ കൊണ്ട് ഇപ്പം പിണക്കങ്ങളൊക്കെ മാറി നമ്മളിലേക്ക് ഐക്യതയായിട്ട് വന്നു ചേരുന്ന ഒരു കാലഘട്ടം ഭാഗ്യാനുഭവങ്ങളായിട്ട് വരും. അതുപോലെ ഏതെങ്കിലും തരത്തിൽ തൊഴിൽ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആൾക്കാർക്ക് തൊഴിൽ ഗുണങ്ങൾ, തൊഴിൽ അഭിവൃദ്ധി ഉണ്ടാകുക, ഗൃഹത്തിൽ സമാധാനവും സന്തോഷവും, അതുപോലെ പുതിയ ഏതെങ്കിലും സുഹൃത്തുക്കൾ മുഖാന്തരമൊക്കെയുള്ള എന്തെങ്കിലും ഗുണങ്ങൾ ലഭിക്കുവാനൊക്കെയുള്ള സാധ്യത ഈ ഒരു നക്ഷത്രക്കാർക്ക് കണ്ടുവരുന്നു. പൂരാട നക്ഷത്രക്കാർക്ക് വളരെ സമയം മോശമായിരുന്ന ഒരു കാലഘട്ട സമയമാണെങ്കിൽ പോലും ഇപ്പോൾ ഒരു സമാധാനവും അതുപോലെ സന്തോഷമൊക്കെ ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ്. എന്നിരുന്നാലും മറ്റുള്ള ആൾക്കാരിൽ നിന്നൊക്കെ കുറച്ച് ദോഷകരമായിട്ടുള്ള അനുഭവങ്ങൾ വന്നാലും അതൊക്കെ മാറി ഇപ്പോൾ സന്തോഷത്തിന്റെ അനുഭവങ്ങൾ വന്നു ചേരുന്ന കാര്യങ്ങളും, തൊഴിലിൽ ഗുണങ്ങൾ ഉണ്ടാകുക, തൊഴിൽ അഭിവൃദ്ധി, തൊഴിൽ ആരംഭം, പുതിയ തൊഴിൽ ആരംഭം ചെയ്യുവാനോ ഗുണങ്ങൾ ലഭിക്കുവാനോ ഒക്കെയുള്ള സാധ്യത, കുടുംബ സംബന്ധമായിട്ടുള്ള കലഹങ്ങളൊക്കെ മാറി ഒരു ഐക്യതയോ അല്ലെങ്കിൽ ഒരു മാറ്റമോ ഉണ്ടാകുവാനോ ഒക്കെയുള്ള ഒരു സമയമാണ്. അതൊക്കെ ഒരു ഭാഗ്യാനുഭവങ്ങളായിട്ട് വന്നു ചേരുന്നതായിരിക്കും. അടുത്തത് ഉത്രാട നക്ഷത്രമാണ്. ഉത്രാട നക്ഷത്രക്കാർക്ക് ഈ ഒരു സമയം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും പുതിയ വീട് വെക്കുവാനോ അല്ലെങ്കിൽ വാങ്ങുവാനോ അല്ലെങ്കിൽ വീടിന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ ചെയ്യുവാനോ, ജോലിയിൽ മാറ്റം അല്ലെങ്കിൽ ജോലിയിൽ ഉയർച്ച, സ്ഥാനക്കയറ്റങ്ങൾ ഉണ്ടാകുവാനൊക്കെയുള്ള സാധ്യതയും, വിദേശയാത്രാ സംബന്ധമായിട്ടുള്ള ഗുണങ്ങൾ, വിദേശ യാത്രയിൽ ഇവർക്ക് ഏതെങ്കിലും തരത്തിൽ ഗുണങ്ങൾ ഉണ്ടാകുക, അതായത് വിദേശയാത്രയിൽ തൊഴിലിന് പോയവർക്കൊക്കെ തൊഴിൽ ഗുണങ്ങളും മാറ്റങ്ങളും ഒക്കെ വന്നു ഭവിക്കുക, അവിടെ നിന്നുകൊണ്ട് തന്നെ തൊഴിൽ സാമ്പത്തിക സംബന്ധമായിട്ടുള്ള അഭിവൃദ്ധി ഉണ്ടാകുവാനും, അതുപോലെ വിദ്യാഭ്യാസം ചെയ്യുന്ന ആൾക്കാർക്ക് വിദ്യാഭ്യാസ ഗുണങ്ങൾ, പരീക്ഷാ സംബന്ധമായിട്ടുള്ള ഉയർച്ച, നേട്ടങ്ങളൊക്കെ ഉണ്ടാകുവാനും, ചെറിയ രീതിയിലുള്ള പ്രണയ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവരിൽ സന്തോഷാനുഭവങ്ങളായിട്ടൊക്കെ വന്നു ചേരുവാനൊക്കെയുള്ള സാധ്യത ഈ ഒരു നക്ഷത്രക്കാർക്ക് ഭാഗ്യാനുഭവങ്ങളായിട്ട് വന്നു ചേരുന്നതായിരിക്കും. അടുത്തത് തിരുവോണ നക്ഷത്രമാണ്. ഇവർക്ക് വിവാഹ തടസ്സം അനുഭവിക്കുന്ന ആൾക്കാർ ഒക്കെയാണ് കൂടുതൽ വിവാഹ യോഗങ്ങളൊക്കെ വന്നു ചേരുക, ജോലിയിൽ നല്ല രീതിയിലുള്ളൊരു മാറ്റങ്ങൾ സംഭവിക്കുവാനും, ജോലി സംബന്ധമായിട്ടുള്ള സ്ഥാനക്കയറ്റങ്ങൾ, ഉയർച്ച, ദാമ്പത്തിക സംബന്ധമായിട്ടുള്ള ഐക്യതക്കേട് ഉണ്ടായിരുന്ന ആൾക്കാർക്ക് ഇപ്പോൾ അതിലേക്ക് സന്തോഷവും സമാധാനവും വന്നു ചേരുന്ന അവസ്ഥയും, കുട്ടികളെയോ അല്ലെങ്കിൽ സന്താനങ്ങളെ കൊണ്ടുള്ള ഗുണങ്ങൾ ലഭിക്കുക, അതുപോലെ ബന്ധുജന ഗുണങ്ങൾ ഉണ്ടാകുവാനൊക്കെയുള്ള സാധ്യത ഈ ഒരു നക്ഷത്രക്കാർക്ക് ഈ ഒരു സമയത്ത് വന്ന് ഭവിക്കുന്നതായിരിക്കും. അവിട്ട നക്ഷത്രമാണ് അടുത്തത്. അവിട്ട നക്ഷത്രക്കാർക്ക് ഈ ഒരു സമയത്ത് സർക്കാർ സംബന്ധമായിട്ടുള്ള ജോലി ലഭിക്കുവാനും, വിദ്യാഭ്യാസ ഗുണങ്ങൾ, വിദ്യാഭ്യാസ നേട്ടങ്ങൾ വന്നു ചേരുവാനൊക്കെയുള്ള സാധ്യത, ഏതെങ്കിലും തരത്തിൽ വിജയപ്രദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ ഇവർക്ക് ഭാഗ്യാനുഭവങ്ങളായിട്ട് വരാനോ, സുഹൃത്തുക്കളൊക്കെ ഏറെ ഇപ്പോൾ കൂട്ടുകൂടുവാനും അതിൽ നിന്നൊക്കെ ഗുണങ്ങളൊക്കെ ലഭിക്കുവാനും ഒക്കെയുള്ള സാധ്യതയും, അതുപോലെ ഏറെ ഗുണങ്ങൾ വന്നു ഭവിക്കുവാനും ഒക്കെയുള്ള സാധ്യതയാണ് ഇതിലൂടെ കാണിക്കുന്നത്. അടുത്തത് ചതയ നക്ഷത്രമാണ്. ചതയ നക്ഷത്രക്കാർക്ക് ഈ ഒരു സമയത്ത് വീട്, അതുപോലെ സാമ്പത്തിക സംബന്ധമായിട്ടുള്ള നേട്ടങ്ങൾ, ലാഭങ്ങൾ, സാമ്പത്തിക ഗുണങ്ങൾ, നേതൃഗുണങ്ങൾ ലഭിക്കുവാനും, ഏതെങ്കിലുമൊക്കെ ഒരു തൊഴിലിലൊക്കെ 10 ആൾക്കാരെ നിയന്ത്രിക്കുന്ന രീതിയിലുള്ള നേതൃസ്ഥാനം വഹിക്കുവാനും അതിലൂടെ പേരും പ്രശസ്തിയൊക്കെ ഉണ്ടാകുവാനൊക്കെയുള്ള സാധ്യത ഈ ഒരു സമയത്ത് ഈ ഒരു നക്ഷത്രക്കാർക്ക് ഭാഗ്യാനുഭവങ്ങളായിട്ടും, അതുപോലെ പ്രതീക്ഷിക്കാതെയുള്ള സാമ്പത്തിക നേട്ടങ്ങൾ, സാമ്പത്തിക ലാഭങ്ങൾ വന്നു ചേരുവാനും അത് സൂക്ഷിച്ച് ഉപയോഗിക്കുവാനും ഒക്കെ ഈ ഒരു നക്ഷത്രക്കാർക്ക് ശ്രദ്ധിക്കേണ്ടതും ഭാഗ്യാനുഭവങ്ങളായിട്ട് വന്നു ചേരുന്നതുമാണ്. അടുത്തത് പൊരുരുട്ടാതി നക്ഷത്രമാണ്. ഈ നക്ഷത്രക്കാർക്ക് അഭിവൃദ്ധി വന്നു ചേരുക, സന്തോഷം ഉണ്ടാകുക, തൊഴിൽ അനുഭവങ്ങളോ തൊഴിൽ സിദ്ധിയോ വന്നു ചേരുന്ന അവസ്ഥകളൊക്കെ ഈ ഒരു സമയത്ത് ഭാഗ്യാനുഭവങ്ങളായിട്ട് വരും. അതുപോലെ സുഹൃത്തുക്കൾ മുഖാന്തരം ഏതെങ്കിലും തൊഴിൽ സംബന്ധമായിട്ടുള്ള ഗുണങ്ങൾ ഉണ്ടാകുക, അതുപോലെ വിദ്യാഭ്യാസം ചെയ്യുന്ന ആൾക്കാർക്ക് വിദ്യാഭ്യാസ സംബന്ധമായിട്ടുള്ള പുതിയ മാറ്റങ്ങളോ അല്ലെങ്കിൽ പുതിയ ഗുണങ്ങളോ കൈവരിക്കാൻ സാധിക്കുക, തളർച്ച, ക്ഷീണം, അലസത, മടി ഇങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ
അതിൽ നിന്നൊക്കെ ഒരു ചെറിയ മാറ്റം സംഭവിച്ച് ചെറിയ ഗുണങ്ങളൊക്കെ ലഭിക്കുവാനുള്ള ഭാഗ്യാനുഭവങ്ങളൊക്കെ ഈ ഒരു നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നതായിരിക്കും. അടുത്തത് ഉത്രട്ടാതി നക്ഷത്രമാണ്. ദാമ്പത്തിക സംബന്ധമായിട്ടുള്ള കുറച്ച് ദോഷങ്ങളൊക്കെ ഇവർക്കുണ്ടായിരുന്നാലും അതൊക്കെ മാറ്റം വരിക, ദാമ്പത്യത്തിൽ സുഖ അനുഭവങ്ങൾ ഉണ്ടാകുക, സമാധാനവും സന്തോഷവും ഉണ്ടാകുക. രോഗങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അത് കുറേയൊക്കെ നമുക്ക് മാറി ഭാഗ്യ അനുഭവങ്ങളും അതുപോലെ രോഗശാന്തിയും ഒക്കെ വന്നു ചേരുന്നതായിരിക്കും. സാമ്പത്തിക സംബന്ധമായിട്ടുള്ള നേട്ടങ്ങൾ, സാമ്പത്തിക യോഗങ്ങൾ ഗുണങ്ങളായിട്ട് വരുന്നതായിരിക്കും. അതുപോലെ ഏതെങ്കിലും തരത്തിൽ വാഹന സംബന്ധമായിട്ടുള്ള ഗുണങ്ങൾ ലഭിക്കുവാനോ വാഹന സംബന്ധമായിട്ടുള്ള ലാഭങ്ങൾ ഉണ്ടാകുവാനൊക്കെയുള്ള സാധ്യത ഈ ഒരു നക്ഷത്രക്കാർക്ക് കണ്ടുവരുന്നു. അടുത്തത് രേവതി നക്ഷത്രമാണ്. ഈ നക്ഷത്രക്കാർക്ക് പ്രധാനമായിട്ടും സർക്കാർ സംബന്ധമായിട്ടുള്ള ജോലി ലഭിക്കുവാനോ അല്ലെങ്കിൽ ജോലിയിൽ മാറ്റങ്ങൾ ഉണ്ടാകുവാനോ ഒക്കെയുള്ള സാധ്യത, പ്രണയ ആരംഭ കാര്യങ്ങൾ വന്നു ചേരുവാനും പ്രണയ സാഫല്യം ഉണ്ടാകുവാനും സാധ്യത പറയുന്നുണ്ട്. വിദേശയാത്രാ സംബന്ധമായിട്ട് കുറെ തടസ്സങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടാകുമെങ്കിലും ഒരു മാറ്റം ഉടൻ തന്നെ ഇവർക്ക് ഭാഗ്യാനുഭവങ്ങളായിട്ട് വന്നു ചേരുന്നതായിരിക്കും. അതുപോലെ കുടുംബ സംബന്ധമായിട്ടുള്ള പ്രയോജനങ്ങളൊക്കെ ലഭിക്കുവാനും കുടുംബ സംബന്ധമായിട്ടുള്ള കലഹങ്ങളൊക്കെ മാറി സന്തോഷ അനുഭവങ്ങളൊക്കെ ഉണ്ടാകുവാനൊക്കെ സാധ്യത ഈ ഒരു നക്ഷത്രത്തിന് ഭാഗ്യാനുഭവങ്ങളായിട്ട് വന്നു ചേരുന്നതായിരിക്കും. നമ്മൾ ഇന്ന് 27 നക്ഷത്രക്കാർക്ക് ഈ ഒരു പുതുവർഷക്കാലം 2025 എന്തൊക്കെ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും എന്ന് മാത്രമാണ് പറഞ്ഞത്. അതുപോലെ ഇതിൻ്റെ ഒരു വശം കൂടി ദോഷവശങ്ങളായിട്ടുള്ളതും നമുക്ക് ഉണ്ടാകും. കാരണം ഇതിൽ നമുക്ക് ഭാഗ്യാനുഭവങ്ങളെ കുറിച്ച് മാത്രമാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് ഭാഗ്യാനുഭവങ്ങളും ദോഷവശങ്ങളും ഉണ്ടെങ്കിലും നമ്മൾ ഭാഗ്യാനുഭവങ്ങളെ കുറിച്ച് പോസിറ്റീവായിട്ട് ചിന്തിക്കുകയും അതുപോലെ പോസിറ്റീവായിട്ട് നമ്മൾ സംസാരിക്കുക അല്ലെങ്കിൽ പ്രവർത്തിക്കുക എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ തരത്തിലുള്ള ഗുണങ്ങൾ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ ജാതക സംബന്ധമായിട്ടുള്ള ദോഷങ്ങൾ, കണ്ടകശനി, ഏഴരശനി, ജന്മശനി ദോഷങ്ങൾ, മറ്റ് ഗ്രഹങ്ങളെ കൊണ്ടുള്ള അപഹാര ദോഷങ്ങളോ ചിത്രകാല ദോഷങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ പരിഹാരങ്ങൾ ചെയ്ത് മാറ്റി അതിന് കൂടുതൽ പരിഹാര കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മളുടെ ദോഷങ്ങളൊക്കെ മാറി നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള ഭാഗ്യാനുഭവങ്ങളൊക്കെ പെട്ടെന്ന് വന്നു ചേരുന്നതായിരിക്കും. അതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള ജാതക ദോഷങ്ങളോ അല്ലെങ്കിൽ ഇപ്പം പ്രധാനമായിട്ടും ഒരു ആളിൻ്റെ നക്ഷത്രത്തിൽ ദശാകാലവും അതുപോലെ അപഹാരകാലവും അതുപോലെ ചിത്രകാലവും നമുക്ക് ദോഷമായിട്ട് വരുന്നുണ്ടോ, മറ്റ് ഗ്രഹങ്ങളെ കൊണ്ടുള്ള ഏതെങ്കിലും ദോഷങ്ങൾ നമുക്ക് ദുരിതമായിട്ട് വരുന്നുണ്ടോ എന്നൊക്കെ അറിഞ്ഞിട്ട് അതിന് മതിയായ പരിഹാരങ്ങളും അതുപോലെ പ്രാർത്ഥനകളും അതുപോലെ ക്ഷേത്ര സംബന്ധമായിട്ടുള്ള ദർശനങ്ങളും അതുപോലെ കുടുംബ പരദേവത, ദേശദേവത എന്നീ ക്ഷേത്രങ്ങളിലൊക്കെ ദർശനമൊക്കെ നടത്തുന്നതുമൊക്കെ ഏറെ നമുക്ക് തടസ്സങ്ങൾ മാറി ഗുണങ്ങൾ ലഭിക്കുവാൻ സാധ്യതയുള്ളത് ആണ്. ആയതിനാൽ ഇത്തരത്തിലുള്ള കർമ്മങ്ങളൊക്കെ ചെയ്ത് ദോഷമുക്തി വരുത്തി ഭാഗ്യാനുഭവങ്ങൾ കൈവരിക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. ഏതെങ്കിലും തരത്തിലുള്ള ജാതക ദോഷങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ നിങ്ങളുടെ കമൻറ്റിന് മറുപടി ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ദോഷങ്ങൾ ജാതകത്തിലുണ്ടോ എന്നറിയുവാനായിട്ട് എൻ്റെ ഈ ഒരു വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. തിരക്ക് ഒഴിയുന്ന സമയത്ത് അതിന് വ്യക്തമായിട്ടുള്ള ഒരു മറുപടിയും ചെറിയ രീതിയിലുള്ള പരിഹാരങ്ങളും പറഞ്ഞു തരുന്നതായിരിക്കും. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ പ്രയോജനകരമായിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.